ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ നിഫ്റ്റി 25,509 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 87 പോയിൻറ്റിൻ്റെ ഇടിവായിരുന്നു നിഫ്റ്റി 50 രേഖപ്പെടുത്തിയത്. 0.34% ഇടിവ്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 57,554 എന്നൊരു നിലയിൽ 272 പോയിൻറ്റിൻ്റെ ഇടിവിൽ 0.5% നിൽക്കുന്ന ഒരു ഇടിവിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു മാർക്കറ്റ് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് NSEയിൽ ട്രേഡ് ചെയ്ത ഓഹരികളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 3195ഓളം ഓഹരികളിലാണ് ട്രേഡിംഗ് നടന്നത്. അതിലാകെ 794 ഓഹരികൾക്ക് മാത്രമേ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നുള്ളൂ. 2300-ലധികം ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തത്. 97 ഓഹരികൾ അൺചേഞ്ചഡായിട്ടും ഇന്നലെ ട്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോഴും നമുക്ക് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് ഓഹരികളിലായിരുന്നു വലിയ രീതിയിലുള്ളൊരു ഫോൾ നമ്മൾ കണ്ടത്. സ്മോൾ ക്യാപ്പ് 50 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തി. സ്മോൾ ക്യാപ്പ് 100-ലും 1.39% ഇടിവ് കാണാൻ സാധിച്ചിരുന്നു. മിഡ് ക്യാപ്പ് എന്നാൽ ഏകദേശം 1% അടുത്തേക്ക് നീങ്ങുന്നൊരു ഇടിവുമായിട്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സെക്ടർ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഭൂരിഭാഗം സെക്ടറുകളും ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ആകെ ഓട്ടോ IT സൂചികയിൽ മാത്രമേ നമുക്കൊരു നേട്ടം കാണാൻ സാധിച്ചുള്ളൂ. ഈ ഒരു നേട്ടം രേഖപ്പെടുത്തിയെങ്കിൽ കൂടി കാര്യമായൊരു മുന്നേറ്റമൊന്നും രേഖപ്പെടുത്താതെ ഒരു ഫ്ലാറ്റ് രീതിയിലുള്ളൊരു നേട്ടമാണ് ഓട്ടോ സൂചിയെ കാഴ്ചവെച്ചത്. നിഫ്റ്റി IT ആകുമ്പോൾ 0.18% നേട്ടവും രേഖപ്പെടുത്തി. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ എനർജി സൂചിക, മീഡിയ, മെറ്റൽ, റിയൽറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇത്തരം സൂചികയിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ മെറ്റൽ സൂചികയുടെ ഇടിവ് 2% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് ഉണ്ടായതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴും കാര്യങ്ങൾ ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ AI ബേസ്ഡ് സ്റ്റോക്സ് ആൻഡ് കമ്പനീസിലുണ്ടായിരിക്കുന്ന ഒരു ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു AI ബബിൾ കാരണമൊക്കെ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ US മാർക്കറ്റിൽ ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. ഡൗ ജോൺസ് 0.84% ഇടിവ് രേഖപ്പെടുത്തി. S&P 500 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് സൂചികയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇടിവ് കണ്ടത്. 1.9% ഇടിവിലാണ് നാസ്ഡാക്ക് സൂചികയിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഇടിവ് തന്നെയാണ് കാണുന്നത്. ഫുഡ്സെ 0.42% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. CAC 40 നോക്കുമ്പോൾ 1.37% ഇടിവും ഡാക്സിൽ 1.3% ഇടിവും കാണാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിക്കി 225-ൽ 2% മുകളിലാണ് ഇപ്പോൾ നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഷാങ്ഹായ് കോമ്പോസിറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ്. ഹാങ്സെങ്ങിൽ 0.5% മുകളിലേക്കുള്ളൊരു ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം നമുക്ക് ഏതായാലും കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് ബ്രെന്റ് ക്രൂഡിൽ എടുക്കുമ്പോൾ നമുക്ക് 0.5% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. WT ക്രൂഡിലും 0.73% നേട്ടമാണ് കാണുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ക്രൂഡിന്റെ കേസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് നെഗറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ WT ക്രൂഡിന്റെ കേസിൽ നമ്മൾ $58 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പം നേട്ടമാണ് നമുക്ക് കാണുന്നത്. 0.39% നേട്ടം കാണുന്നുണ്ട്. എന്നാൽ 4000 എന്നൊരു നില കൈവിട്ടിട്ടുള്ള രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് കാണുന്നത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് അറൌണ്ട് 3,950-4,000 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $4,064 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $40 നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ് ദ സെയിം ടൈം കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3,925 സപ്പോർട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ വീക്ക്നെസ് പ്രതീക്ഷിക്കണം.
സാറിന് യു എസ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ബേസ്ഡ് ബബിൾസ് കൂടാതെ ഒരു ഓവർ വാല്യുവേഷൻ്റെ കാര്യങ്ങൾ, ലേ ഓഫിൻ്റെ ന്യൂസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൗ ജോൺസ് 0.84% ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 500, നാസ്ഡാക്കിലൊക്കെ ഇടിവായിരുന്നു. അതിൽ നാസ്ഡാക്ക് നമ്മൾ നോക്കുമ്പോൾ 1.9% ഒരു ഇടിവ് രേഖപ്പെടുത്തി ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് എന്താണ്? അമേരിക്കൻ വിപണിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 24,750. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 46,350 ആൻഡ് ആ ഒരു ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ബെയറിഷായി മാറും. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസിൽ നമ്മൾ ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി സിറ്റി ബാങ്ക്, JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, ഇത്തരം സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അതിൽ ഒന്നിലും തന്നെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ഓൺ ദ കോൺട്രറി അതിൽ പല സ്റ്റോക്സിലും നമുക്ക് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഇടിവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. നിഫ്റ്റി 50 25,509 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ 25,679 എന്നൊരു നിലയും ലോവർ ലെവലിൽ 25,491 എന്നൊരു ലെവലുമാണ് ഇന്നലെ ഇൻട്രാഡേ ലോ ആയിട്ടും കാണുന്നത്. സാർ, നിഫ്റ്റി 50യിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇന്നലെ നിഫ്റ്റി 50 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മുഖ്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ 25,500 പോയിന്റ്. ബട്ട് ഇന്നലത്തെ ആ ക്ലോസിംഗ് നോക്കുമ്പോഴേക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും നമ്മൾ വീണ്ടും ഒരു 200 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. 25,300 ആയിരിക്കും ആ ഒരു മേജർ സപ്പോർട്ട് ഏരിയ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റി 50യുടെ കേസിൽ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി 57,554 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 272 പോയിന്റിൻ്റെ ഇടിവാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ, ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 57,400 സപ്പോർട്ട് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഒരു 300-400 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി എക്സ്പെക്ട് ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ, ഈ സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IRFC ആണ്. IRFCയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്നലെ 1.63% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 120 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. IRFCയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും, ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും റെയിൽവേ ഓഹരികൾ ഇപ്പോഴുണ്ടോ? IRFCയുടെ കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും ആ ഒരു കൺസോൾട്ടേഷന് ശേഷം പോലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇപ്പോൾ നമ്മൾ IRFCയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 117 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി റെയിൽവേ സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ, അടുത്തൊരു ഓഹരി നമുക്കിനി ചോദിക്കാനുള്ളത് ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചൊരു വ്യൂ ആണ്. ഇന്നലെ 4.67% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സ് എടുത്തത്. ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഒരു വീക്ക് മാർക്കറ്റിലും കാണാൻ സാധിച്ചത്. അതിനുശേഷം ആ ഒരു ഗെയിൻസ് ഒക്കെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത അറിയേണ്ടത് JPPL കുറിച്ചാണ്. ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ 5.5% ഒരു മുന്നേറ്റം ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2 മാസമാവും നോക്കുമ്പോഴും നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്?
GPPLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഇൻഫാക്ട് മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് ആ ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിൽ ആ നേട്ടമൊന്നും നിലനിർത്താൻ സാധിച്ചിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 158-ലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്ത 2 ദിവസം സ്റ്റോക്കിന്റെ പാറ്റേൺ നമുക്ക് പഠിച്ചതിന് ശേഷം പുതിയ ലോങ് പൊസിഷൻ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. സാറിന് നമുക്ക് അലൈഡ് ബ്ലെൻഡേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ 4% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 642 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഏകദേശം 30% വലിയൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. ഇപ്പോൾ ഈ ഒരു ഇടിവ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമാണോ? അലൈഡ് ബ്ലെൻഡേഴ്സ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള പാറ്റേൺ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് നേട്ടമായി സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോക്കിലെ വാല്യുവേഷൻസ് അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 638 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ സാത്വിക് ഗ്രീൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ Q2 നോക്കുമ്പോൾ ലാഭം 35% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു. വരുമാനത്തിലും 61% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സാത്വിക് ഗ്രീൻ എനർജിയുടെ ഒരു ട്രേഡിംഗ് ഇന്നലെ 1.81% നേട്ടം രേഖപ്പെടുത്തിയതാണ് കാണുന്നത്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് സെപ്റ്റംബറിലായിരുന്നു ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒക്ടോബറിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, സാത്വിക് ഗ്രീൻ്റെ കേസിലും നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 518-ൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ 567 രൂപയിലാണ് കാണുന്നത്. അത് തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. സാറിന് ഒലയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഒലയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിൽ നമുക്ക് കണ്ടത് ഒല ഇന്നലെ 0.67% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 13 എന്നൊരു പ്രൈസിലാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഒല ഇലക്ട്രിക്കിൻ്റെ കേസിൽ 4.97% ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 47.57 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബറിന് ശേഷം കാണുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്തുള്ള ആ ഒരു ബോട്ടം, അതൊരു ബോട്ടം കൺഫർമേഷൻ ആയിരുന്നു. ഇനിയും മുന്നോട്ടൊരു സാധ്യതയുണ്ടോ ഒലയ്ക്ക്? ഒലയുടെ കേസിൽ നമുക്ക് നല്ലൊരു റിക്കവറി ഓഗസ്റ്റ് മാസത്തിൽ കാണാൻ സാധിച്ചെങ്കിലും അതിനുശേഷം സെപ്റ്റംബർ തുടക്കം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് 46 രൂപ 50 പൈസ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 53 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. സാറിന് VA ടെക് വബാഗിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.98% ഇടിവായിരുന്നു ഓഹരിയിൽ കണ്ടത്. 1358 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരു 4 മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം ഒരു 10%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. VA ടെക് വബാഗിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ഡേറ്റ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സാർ, നമുക്കപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത് ഓഹരിയിൽ 1.5% ഒരു ഇടിവായിരുന്നു. 194 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞൊരു 2-3 മാസം നോക്കുമ്പോൾ ഒരു നേരിയ കൺസോൾട്ടേഷൻ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 188 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 212 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് ഫിനോലെക്സ് കേബിളിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.2% ഇടിവായിരുന്നു ഓഹരിയിൽ കണ്ടത്. 769.9 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഫിനോലെക്സ് കേബിളിൽ താങ്കളുടെ ടേക്ക് എന്താണ്?
ഫിനോലെക്സ് കേബിളിന്റെ കേസിൽ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ 5-8 മാസമായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഉടൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സാറിന് ഷാലറ്റ് ഹോട്ടൽസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കമ്പനിയെ സംബന്ധിച്ച് 3.43% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 929 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹൈ ഓഗസ്റ്റിലായിരുന്നു രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഒരു നേരിയ ഇടിവാണ് ഓഹരിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ്? ഷാലറ്റിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 880 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് വിമത ലാബിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 5.9% ഒരു സെൽ ഓഫ് ആണ് ഇന്നലെ ഓഹരിയിൽ കണ്ടത്. 621 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരി സെപ്റ്റംബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ എടുത്തത്. അതിനുശേഷം നമ്മൾ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു മാസത്തേക്ക് ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഹരിയിൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമോ അതോ മുന്നോട്ടൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? വിംത ലാബ്സിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 578 രൂപയല്ല, ബട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാറിന് ഇൻഡിഗോയെ സംബന്ധിച്ചൊരു വ്യൂ ആണ് അറിയേണ്ടത്. പാദഫലം വന്നപ്പോൾ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1% നേട്ടം എന്നാൽ ഇന്നലെ ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 5693 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇപ്പോൾ ലോങ് ടൈം പൊസിഷൻ കീപ്പ് ചെയ്യുന്നവർ ഈ ഒരു ഓഹരി തുടരണമോ അതോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇനിയൊരു മുന്നോട്ടൊരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? നമ്മൾ ഇൻഡിഗോ എയർലൈൻസ് നോക്കുമ്പോഴേക്കും ജൂൺ മാസത്തിന് ശേഷം കാര്യമായിട്ട് നേട്ടമൊന്നും ഈ സ്റ്റോക്ക് നൽകിയിട്ടില്ല. ബ്രോഡായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 5600 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി BSEയുടെ വ്യൂ ആണ് അറിയേണ്ടത്. BSE 1.65% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഓൾ ടൈം ഹൈ ജൂലൈക്ക് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. കണ്ടിന്യൂസ് ഒരു 3 മാസം ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 20% നേട്ടം നൽകി ഒരു റിക്കവറി എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിക്കവറി തുടരുമോ? BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? BSEയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2230 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2560 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ 1.97% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 4593 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40% മുകളിൽ റിട്ടേൺ നൽകി കഴിഞ്ഞു. HAL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HALന്റെ കേസിൽ മാത്രമല്ല ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസ് സ്റ്റോക്സിലും കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഹാലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4545 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.94% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 80.37 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഏപ്രിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ റിട്ടേൺ നൽകി കഴിഞ്ഞു. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കറന്റ്ലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 75 രൂപ 50 പൈസ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 73 രൂപ 80 പൈസ. എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
എങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കണ്ടതാണ് വലിയ രീതിയിലൊരു കുതിപ്പ് ഓഹരി രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസവും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് നേട്ടം നൽകിയാണ് ഓഹരി ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഡ്രഡ്ജിംഗ് കോർപ്പറേഷനിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ഡ്രഡ്ജിംഗ് കോർപ്പറേഷന്റെ കേസിൽ ആ ഒരു ബ്രേക്ക്ഔട്ടിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇതിൽ ഓർക്കേണ്ടത് ദിസ് ഇസ് അഗെയിൻ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. സോ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, മമത മെഷീനറിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 2.6% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 439 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. നമുക്ക് ലിസ്റ്റിംഗ് പ്രൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ പ്രൈസിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? മമത മെഷീനറി വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷമുള്ള പാറ്റേൺ നോക്കുമ്പോഴേക്കും സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 418 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. 463, അതിനുശേഷം 520, ഇത് രണ്ടുമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തായി ഹുണ്ടായി മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഹുണ്ടായിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിലും ഇടിവായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. 2353 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓൾ ടൈം ഹൈ സെപ്റ്റംബർ 2025 ലിസ്റ്റിങ്ങിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ. അതിനുശേഷം പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസത്തെ ഒരു ഓവറോൾ ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത്. ഹുണ്ടായിൽ താങ്കളുടെ നിലവിൽ വാച്ച് ചെയ്യുന്ന ലെവലുകളും ഒപ്പം താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഹ്യുണ്ടായിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി കാണുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2238 രൂപ. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. സാറിന് റെയ്മണ്ടിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1.4% ഇടിവായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. 563 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 3-4 മാസം നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ നിലവിലത്തെ ഒരു എക്സ്പെക്റ്റേഷൻ റെയ്മണ്ടിൽ എന്താണ്? റെയ്മണ്ട് കേസിൽ ജൂലൈ മാസത്തിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കണമെങ്കിൽ 603 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് ITയിൽ നിന്നുള്ള ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഫ്ലാറ്റ് ഇടിവായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. 1466 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇൻഫോസിസിനെ സംബന്ധിച്ച്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു കറൻറ്റ് ഒരു പൊസിഷൻ എടുക്കാനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇൻഫോസിസിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് ബ്രോഡായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സോ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1410 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1545 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് NTPCയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. NTPC സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കണ്ടത് NTPCയുടെ ട്രേഡിങ്ങിൽ ഇന്നലെ ഒരു ഇടിവ് തന്നെയായിരുന്നു കണ്ടത്. 1% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 326 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണുന്നത്. NTPCയിൽ താങ്കളുടെ നിലവിലത്തെ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? NTPCയുടെ കേസിൽ മെയ് മാസത്തിന് ശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ആ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 320 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് റാംകോ സിസ്റ്റംസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് 5.61% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല 639 എന്നൊരു പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഓഹരി ഈ ഒരു ഏപ്രിലിന് ശേഷമൊക്കെ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. 130% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു ഓഹരിയിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ അതോ ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയാണോ താങ്കൾ കാണുന്നത്?
രാംകോ സിസ്റ്റത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 800 രൂപയിലായിരിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക്. ഓഹരി 4% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 260 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓഹരിയും നമ്മൾ മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നേട്ടം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താം. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 248 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് മുന്നേറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 267, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 280, അതിനുശേഷം 288, 295, 310. ഇനി റിലാക്സോയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. റിലാക്സോ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത് ഓഹരിയിൽ നമ്മൾ നേട്ടമായിരുന്നു കണ്ടത്. 0.97% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 437 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഓഹരിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണുന്നത് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കഴിഞ്ഞൊരു 2-3 മാസങ്ങളായി കാണാൻ സാധിക്കുന്നത്. റിലാക്സോയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ടേക്ക് എന്താണ്? റിലാക്സോയുടെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണുന്നത്. ദിസ് ഇസ് അഗെയിൻ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 415 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് ഈ എറ്റേണലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. എറ്റേണലിൻ്റെ ഒരു ഓവറോൾ ട്രേഡിംഗ് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്നലെ ഓഹരിയിൽ നമ്മൾ കണ്ടത് ഒരു ഇടിവായിരുന്നു. 2.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 305 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇറ്റേണലിന്റെ കേസിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് ഒക്ടോബർ 16 നമുക്ക് ലഭിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും നമുക്കൊരു ഓവർ സോൾഡ് റീഡിംഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് 320, 328 ഈ രണ്ട് ലെവൽസ് ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു. അതായത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കുകളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക.